തന്ന സർവ പ്രചോദയാത്. അമ്മ വായിച്ചു തുടങ്ങിക്കോളൂ. സൈര. സൈറാം. സൈര. എൻ്റെ ഹൃദയേശ്വരനായ ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ ശതകോടി പ്രണാമം. ഇത് സ്വാമി 1/6/91 വൃന്ദാവനത്തിൽ വെച്ച് നടത്തിയ ഒരു പ്രഭാഷണമാണ്. വെല്ലുവിളികളെ നേരിടുക. മനുഷ്യൻ അസംഖ്യം സൽപ്രവൃത്തികൾ ചെയ്യുകയും അവന്റെ ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവ ഈശ്വര സാക്ഷാത്കാരത്തിനായി വിവിധ തരം അനുഷ്ഠാനങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥ ആത്മീയ സാധന എന്തെന്ന് അറിയാത്തതിനാൽ ഇത്തരം സാധനകൾ ഉദ്ദേശിച്ച ഫലം നൽകുന്നില്ല. നവവിധ ഭക്തിമാർഗം പിന്തുടരുന്നവരും ലക്ഷ്യത്തിൽ എത്തുന്നില്ല. കാരണം ഈ ആരാധനാ രീതികളുടെ ആന്തരാർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. എന്താണ് സാധനയുടെ അർത്ഥം? ജപം, ധ്യാനം, ഭജന, പവിത്ര കർമ്മങ്ങൾ എന്നിവയെ സാധന എന്ന് പറയാമോ? യഥാർത്ഥ സാധന തിന്മയെ നന്മയിലേക്കും സന്താപത്തെ സന്തോഷത്തിലേക്കും പരിവർത്തനം ചെയ്യിപ്പിക്കുന്നതാണ്. സന്താപമില്ലാതെ സന്തോഷമില്ല, തിന്മയില്ലാതെ നന്മയില്ല. നന്മ തിന്മകൾ തമ്മിലും സന്തോഷ സന്താപങ്ങൾ തമ്മിലും തുടർച്ചയായ സംഘർഷമുണ്ട്. സുഖദുഃഖങ്ങൾ പരസ്പരം കെട്ടുപിണഞ്ഞിരിക്കുന്ന ഇരട്ടകളാണ്. ഒന്ന് തുടക്കവും മറ്റൊന്ന് ഒടുക്കവുമാണ്. ആരംഭവും അവസാനവും ഒരുമിച്ച് പോകുന്നു. ഈശ്വരൻ മാത്രമാണ് ആദി, മധ്യം, അന്ത്യം എന്നിവകളിൽ നിന്നും മുക്തനാക്കുന്നത്. ലൗകിക വിഷയങ്ങളിൽ ആരംഭമുള്ളതിനെല്ലാം അന്ത്യവുമുണ്ട്. ദുഃഖം എന്നത് പുറത്തുനിന്ന് ആരെങ്കിലും നമ്മളിൽ ചെലുത്തുന്ന ഒന്നല്ല. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പുറത്തുനിന്ന് ആരും നിങ്ങളെ അടിച്ചേൽപ്പിച്ചതുമല്ല. ദുഃഖവും കഷ്ടപ്പാടും സ്വാഭാവികമായി ഉദിക്കുന്നതാണ്. സാധന ഒരുവനെ ഉയർത്തുന്നു. ജീവിത സംസ്കരണത്തിന് തുടർച്ചയായ സാധന ആവശ്യമാണ്. സാധനകളുടെ അഭാവത്തിൽ ജീവിതം അധപ്പതിക്കുന്നു. വജ്രം ചെത്തിമിനിക്കുമ്പോഴാണ് അതിന്റെ മൂല്യം വർദ്ധിക്കുന്നത്. ഭൂമിയിൽ നിന്നും എടുക്കുന്ന സ്വർണത്തിന്റെ അയിര് സംസ്കരണത്തിന് വിധേയമാകുമ്പോൾ മാത്രമേ മൂല്യവത്താകുന്നുള്ളൂ. അതുപോലെ ഒരുവന്റെ ജീവിതത്തെ സാധാരണ തലത്തിൽ നിന്നും ഉത്കൃഷ്ടതയിലെത്തിക്കാൻ സാധന അനിവാര്യമാണ്. ജനനമാത്രയിൽ ആരും പണ്ഡിതരോ ഗുണസമ്പന്നരോ അല്ല. പലതരം പരിശ്രമങ്ങളിലൂടെ മാത്രമേ ഒരുവൻ പണ്ഡിതനും ധാർമ്മികനും ആകുന്നുള്ളൂ. സൃഷ്ടിയിൽ പല കാര്യങ്ങളും സ്വാഭാവികമായും അധമമായുമുണ്ട്. മനുഷ്യജീവിതം ഇഷ്ടാനിഷ്ടങ്ങൾക്കും നല്ലതും ചീത്തതുമായ ചിന്തകൾക്കും യോജിപ്പിനും വിയോജിപ്പിനും വിധേയമാണ്. അതിനാൽ സംസാരത്തെ, അതായത് ലൗകിക ജീവിതത്തെ തിരകൾ സ്ഥിരമായി യോജിപ്പിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്ന അനന്ത സാഗരവുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. ഈ സമുദ്രം തന്നെ മുത്തും പവിഴവും ഉൾക്കൊള്ളുന്നതാണ്. മനസ്സിന്റെ ശക്തി. സാധനയിലൂടെ എന്തും നേടാം. സാധനയെന്നാൽ തിന്മയെ നന്മയായും ദുഷ്പ്രവൃത്തിയെ സത്പ്രവൃത്തിയായും പരിവർത്തിപ്പിക്കുക എന്നതാണ്. മനസ്സാണ് സന്തോഷ സന്താപങ്ങൾക്ക് കാരണം. മനസ്സിന്റെ ശക്തികൾ വർണ്ണനാതീതമാണ്. ഒരു ക്ഷണനേരത്തിൽ അതിന് പ്രപഞ്ചം ചുറ്റിത്തിരിയാനാകും. അടുത്ത ക്ഷണം അതിന് ശൂന്യമാകാനും കഴിയും. ക്ഷണനേരത്തിൽ കൊഴിയാനുമാകും. മനസ്സാണ് നന്മയ്ക്കും തിന്മയ്ക്കും കാരണം. നാം ആഹാരം കഴിക്കുമ്പോൾ ആഹാരം നമ്മളാണ് ദഹിപ്പിക്കുന്നതെന്നും അന്നം ശരീരത്തെ നിലനിർത്തുന്നുവെന്നും നാം വിചാരിക്കുന്നു. പക്ഷേ ആഹാരമല്ല നമുക്ക് വീര്യവും ഊർജവും പകരുന്നത്. മനസ്സാണ് അതിന് ഉത്തരവാദി. ആഹാരം കഴിക്കുമ്പോൾ മനസ്സ് ശാന്തവും സന്തുഷ്ടവും അല്ലെങ്കിൽ ആ ആഹാരം വിഷമാകാൻ സാധ്യതയുണ്ട്. മനസ്സാണ് മനുഷ്യനെ മാനവത്വത്തിൽ നിന്നും മാധവത്വത്തിലേക്ക് ഉയർത്തുന്നത്. അതിനാൽ ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ ഒരുമ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. മനസ്സിന്റെ പ്രേരക ശക്തിയില്ലാതെ മനുഷ്യനൊന്നും നേടാനാവില്ല. ധനം, ശാരീരിക ശക്തി, പാണ്ഡിത്യം, പദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ അഹങ്കാരഭരിതനായി തീരുന്നു. വളരെ കുറച്ചു പേർക്ക് മാത്രമേ അഹങ്കാരം എങ്ങോട്ട് നയിക്കുന്നെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ പലപ്പോഴും മുതിർന്നവരിൽ നിന്നും തങ്ങൾ 100 വയസ്സുവരെ ജീവിച്ചിരിക്കാൻ ആശീർവാദം സ്വീകരിക്കാറുണ്ട്. എന്നാൽ അനുഭവത്തിൽ പലരും മധ്യവയസ്സിലോ അതിനു മുൻപോ മരിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ആയുസിന്റെ ദൈർഘ്യത്തെ സംബന്ധിച്ച സത്യം ആർക്കും അറിയില്ല. 100 വർഷത്തെ ആയുസ് എന്ന ഉറപ്പ് വിശ്വസിക്കാനാവില്ല. ബാല്യത്തിലോ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ വെള്ളത്തിലോ കരയിലോ ആകാശത്തിലോ വനത്തിലോ പട്ടണത്തിലോ അന്ത്യം സംഭവിക്കാം. മനുഷ്യായുസിന്റെ ദൈർഘ്യം നിർണയിക്കാൻ ആർക്കും യോഗ്യതയില്ല. പിന്നെ എന്തിനു വേദങ്ങളിൽ മനുഷ്യന് 100 വർഷത്തെ ആയുസ്സിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു? ഇത് ഗ്രന്ഥകർത്താക്കളുടെ തമാശയൊന്നുമല്ല. ഇതാണ് സത്യം. എല്ലാ മനുഷ്യരും 100 വയസ്സുവരെ ജീവിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ എന്താണ് അകാല ചരമത്തിന് കാരണം?
ദുഷ്പ്രവണതകളായ അഹങ്കാരം, അസൂയ, ദുഷ്ചിന്തകൾ, ദുഷ്പ്രവൃത്തികൾ ആയുസ്സിനെ ഛിന്ന ഭിന്നമാക്കുന്നു. ദുർഗുണങ്ങൾ ആയുർദൈർഘ്യം കുറയ്ക്കുന്നു. ജീവിതം സച്ചിന്തകളാലും സത്പ്രവൃത്തികളാലും നിർഭരമായാൽ 100 വയസ്സുവരെ ജീവിക്കാനാകും. പ്രാചീന മുനിമാരുടെ സുദീർഘ ജീവിതത്തിന്റെ രഹസ്യം ഇതായിരുന്നു. മനുഷ്യൻ ഇന്നു തന്റെ ജീവിതം ദുശ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും കൊണ്ട് പാഴാക്കി അശുഭമായി അവസാനിപ്പിക്കുന്നു. അഹങ്കാരം മനുഷ്യന്റെ വീക്ഷണത്തിന് മങ്ങലേൽപ്പിക്കുന്നു. ആത്മവിശ്വാസം വികസിപ്പിക്കണം. അവനവനിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ മറ്റുള്ളവരിൽ വിശ്വാസം പ്രചോദിപ്പിക്കും? അവനവനിലെ ദിവ്യത്വം തിരിച്ചറിയണം. അന്ധന് ആദിത്യനെ കാണാനാവില്ല, അഹങ്കാരിക്കോ ആത്മാവിനെ അറിയാനും ആവില്ല. അഹംഭാവം മനുഷ്യന്റെ വീക്ഷണത്തെ മൂടി മങ്ങിയതാക്കും. അഹങ്കാരം ഒഴിവാക്കുക. ധനം, പദവി, അധികാരം എന്നിവയെല്ലാം മേഘങ്ങളെ പോലെ ക്ഷണികവും നശ്വരവുമാണ്. തന്റെ പകുതി സമയവും ധനസമ്പാദനത്തിനായി വിനിയോഗിക്കുന്ന മനുഷ്യൻ അതിന്റെ ഒരംശമെങ്കിലും ഈശ്വര ചിന്തയ്ക്കായോ മറ്റുള്ളവരെ സഹായിക്കുന്നതിനായോ സമർപ്പിക്കുന്നുണ്ടോ? ജീവിതം മുഴുവനും സ്വാർത്ഥതയ്ക്കു പിന്നാലെ പായുന്നതിനായി അവൻ വിനിയോഗിക്കുന്നു. ഓരോ വസ്തുക്കളിലുമുള്ള അവന്റെ ആസക്തി സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണ്. മറ്റുള്ളവരോടുള്ള അവന്റെ സ്നേഹവും സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണ്. സ്വാർത്ഥത ഒഴിവാക്കുമ്പോൾ മാത്രമേ ദുഷ്പ്രവൃത്തികളിൽ നിന്നും മനുഷ്യന് പിന്തിരിയാനാകൂ. പാപഭീതി ഇല്ലാതായിരിക്കുന്നു. യഥാർത്ഥത്തിൽ പാപഭീതി, ദൈവപ്രീതി, സംഘനീതി എന്നിവയാണ് മനുഷ്യന് വേണ്ടത്. പാപഭീതിയില്ലെങ്കിൽ മനുഷ്യർക്ക് എന്തു ചെയ്യുന്നതിനും ഒരു ശങ്കയും ഉണ്ടാവില്ല. പാപഭീതിയും ദൈവപ്രീതിയും ഇല്ലെങ്കിൽ ലോകത്ത് സമാധാനം പുലരുകയില്ല. വിദ്യാർത്ഥികളെ, നിങ്ങളാണ് ഭാവിയിലെ രാഷ്ട്രോദ്ധാരകർ. നിങ്ങളായിരിക്കും രാഷ്ട്രത്തിന്റെ ഭാവി നിശ്ചയിക്കുക. അതുകൊണ്ട് ഹൃദയം പരിശുദ്ധമാക്കുക, മനസ്സു സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. നിങ്ങളുടെ ശരീരം രാഷ്ട്രത്തെ സേവിക്കാനുള്ളതാണെന്ന് കരുതുക. നിങ്ങൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മുദ്രാവാക്യത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സഹജീവികളുടെ സേവനത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. സ്വാർത്ഥ താല്പര്യം കുഴപ്പങ്ങൾക്ക് കാരണം. മനുഷ്യ സ്വഭാവം സംസ്കരിച്ചാൽ മാത്രമേ ലോകം പരിവർത്തന വിധേയമാവുകയുള്ളൂ. മാറ്റത്തിന്റെ പ്രക്രിയ മനുഷ്യ മനസ്സുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. മനസ്സു ചിന്തകളുടെ ഒരു ഭാണ്ഡമാണ്. ചിന്തകളോ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. കർമ്മങ്ങളാണ് ലോകത്തിന്റെ നിലനിൽപ്പിനു കാരണം. ചിന്തകൾ പിഴച്ചാൽ പ്രവൃത്തികളും അയോഗ്യമാകും. ലോകത്തിന്റെ നില വ്യക്തികളുടെ പെരുമാറ്റത്തിനനുസരിച്ചു നല്ലതോ ചീത്തതോ ആകുന്നു. ലോകത്തിനു അതിൻ്റെതായ നിലയിൽ തെറ്റുകുറ്റങ്ങൾ ഒന്നുമില്ല. മനുഷ്യരുടെ ദുഷിച്ച ആഗ്രഹങ്ങളാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണം. അതിനാൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധവും കളങ്കമറ്റതുമാക്കി വയ്ക്കുക. ഈശ്വര നാമ ജപം കൊണ്ട് ദുശ്ചിന്തകളെ അകറ്റുക. നിങ്ങൾ ആര് എന്ന് അന്വേഷിക്കുമ്പോൾ കോടീശ്വരനായാലും യാചകനായാലും കുട്ടിയായാലും മുതിർന്നവനായാലും പുരുഷനായാലും സ്ത്രീയായാലും അവൻ പറയും, ഞാൻ ഇന്ന് ആരാണ് എന്ന്. എല്ലാവരിലും പൊതുവായിരിക്കുന്ന ഈ ഞാൻ ആണ് ആത്മതത്വം. അവസ്ഥകളോ മനസ്സിന്റെ നിലയോ ഇതിനെ ബാധിക്കുന്നില്ല. ഏകത്വത്തിൽ എത്താനുള്ള വേദാന്തത്തിന്റെ നേതി പ്രക്രിയയും ആത്മതത്വത്തിലേക്ക് നയിക്കുന്നു. ഞാൻ എല്ലാവരിലും ഉണ്ട്. ഏകാത്മഭാവം വളർത്തിയെടുത്താൽ പിന്നെ ഭിന്നതകൾക്കോ അനൈക്യത്തിനോ സ്ഥാനമില്ല. നിങ്ങൾ ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ അത് നിങ്ങളെ തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ദുശ്ചിന്തകളും ദുർഗുണങ്ങളും ദുഷ്പ്രവൃത്തികളും എങ്ങനെ ഒഴിവാക്കാം എന്നത് പഠിപ്പിക്കുന്നതിനായി ഈശ്വരൻ ഏത് രൂപത്തിൽ, ഏതു സാഹചര്യത്തിൽ, ഏതു സമയത്ത് പ്രത്യക്ഷപ്പെടുമെന്നറിയാൻ ആർക്കും സാധ്യമല്ല. അതിനാൽ ദുശ്ചിന്തകളും ദുർഗുണങ്ങളും അകറ്റാനും സച്ചിന്തകളും സത്പ്രവൃത്തികളും കൊണ്ട് ജീവിതം വിമലമാക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തണം. ഇതാണ് ശരിയായ സാധന. നിങ്ങളിലെ ദുർഗുണങ്ങളെ അകറ്റാതെ ധ്യാനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് ഒരു കൃത്രിമമായ അഭ്യാസം മാത്രമാണ്. കർമ്മത്തിനുള്ള പ്രേരണ ഹൃദയത്തിൽ നിന്നും വരണം. ജപം, ധ്യാനം, യജ്ഞം, യാഗം എന്നിവയ്ക്കു വേണ്ടി ചെയ്യുന്നതെല്ലാം കൃത്രിമമാണ്. അവയ്ക്ക് ഹൃദയവുമായി ഒരു ബന്ധവുമില്ല. അതിനാൽ അവയുടെ ഫലവും കൃത്രിമമായിരിക്കും. ഇവയൊന്നും ഈശ്വരനിൽ നിന്നും സിദ്ധിക്കുന്ന ഫലങ്ങളല്ല. അവ ഒരുവന്റെ പ്രവൃത്തിയുടെ ഉൽപ്പന്നം മാത്രമാണ്. എന്താണ് തപസ്? നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം നിർവഹിക്കലാണ് തപസ്. ഇന്ന് മനുഷ്യർ അവരുടെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും വിസ്മരിച്ചിരിക്കുന്നതിനാൽ
എന്താണോ തപസ് ആകേണ്ടത് അത് തമസ്സായിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എപ്പോഴും തപസ് അനുഷ്ഠിക്കണം. കർത്തവ്യ നിർവഹണമാണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട നിത്യയജ്ഞം. ഇതാണ് പ്രാഥമികമായ ആത്മീയ ശിക്ഷണം. ഇതാണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട തപസ്. ഇതാണ് ജീവിത ലക്ഷ്യം. നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ ജീവിതം പരസേവനത്തിനായി സ്വാർത്ഥ താല്പര്യങ്ങളെ അന്യരുടേതുമായി സമന്വയിപ്പിച്ച് സമർപ്പിക്കണമെന്നും നല്ല മാതൃകാ ജീവിതം നയിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. സായിരാം. സായിരാം നന്നായി വായിച്ചു. സായിരാം. സായിരാം. ഇനിയിപ്പോ അനുഭവം പറഞ്ഞോളൂ ശോഭ. സായിരാം. എൻ്റെ പേര് ശോഭ ശങ്കർ. എൻ്റെ ഹസ്ബൻഡ് ശിവശങ്കർ. 2 കുട്ടികളാണ് ഞങ്ങൾക്ക്. മോനും ഒരു മോള്. വരെ കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ സ്വാമിയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് പറയാം. 1989 കാലത്ത്. അതും എൻ്റെ സ്വദേശം കോഴിക്കോടാണ്. എന്നെ കല്യാണം കഴിച്ചത് മഞ്ചേരി. എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ല ഭക്തനാണ്. പക്ഷെ ഞാനൊരു രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ആളാണ്. വീട്ടിലൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള അങ്ങനെ ഒരു ഫോട്ടോ വെച്ച് പൂജിക്കോ പ്രാർത്ഥന വിളക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ കല്യാണം കഴിച്ച ആള് ബസ്സിലെ ഡ്രൈവറാണ്. അപ്പൊ അങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഈശ്വര മടങ്ങി ഒരു വിഷമമില്ലാതെ വരണേ അങ്ങനെയൊക്കെ ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ വരും. അവര് എല്ലാ വർഷവും മലയ്ക്ക് പോകുന്ന ആളാണ്. 30 വർഷത്തോളം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അമ്മയൊക്കെ രാവിലെ നേരത്തെ എണീറ്റ് ഒരു ചെറിയ അമ്പലമുണ്ട് വീട്ടില്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് ഞാൻ എത്തിപ്പെടുന്നത്. അങ്ങനെ കുറച്ചൊക്കെ ഈ ഭക്തി ഉണ്ട് അത്ര പറയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങള് സ്വന്തം താമസിച്ച വീട്ടിൽ നിന്ന് ഞങ്ങൾ വേറെ മഞ്ചേരി തന്നെ കുറച്ചുള്ളിലുള്ള ഒരു സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. അങ്ങനെ ജീവിച്ചങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ദിവസം ഞങ്ങൾ അയൽവക്കത്തുള്ള ഒരു ടീച്ചേഴ്സാണ്. അവർ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. ഒറ്റ മോളാണ്, രമാബായി എന്ന പേര്. ആ കുട്ടി എന്നും ഞങ്ങളെ വീട്ടിൽ വരും. അവര് മഞ്ചേരി ഗേൾസിലെ ടീച്ചേഴ്സാണ്. അങ്ങനെ ആ കുട്ടി ദിവസേന ഞങ്ങളെ വീട്ടിൽ വരും കേട്ടോ. അങ്ങനെ ഒരു ദിവസം വന്ന സമയത്ത് ശോഭ ചേച്ചി ഒരു കാര്യം പറയാനുണ്ട്. ഞാനിന്ന് രാവിലെ പത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഗേറ്റിന്റെ അടുത്ത് പോയ സമയത്ത് ഗേറ്റിനോട് ചാരിയിട്ടുള്ള മതിലിന്റെ മുകളിൽ സത്യസായി ബാബയുടെ ഒരു ഫോട്ടോ, അതിൽ കുറച്ച് മുല്ലപ്പൂക്കൾ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നൊരു ഇത് കണ്ടു. ഞാൻ എടുത്തൊന്നുമില്ല. ഞാൻ വീട്ടില് അമ്മേന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു സെക്കൻഡ് ഷോ വിട്ടു പോകുമ്പോ ആരെങ്കിലും നമ്മളെ പറ്റിക്കാൻ അങ്ങനെ വെറുതെ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അങ്ങനെ പറഞ്ഞു. അങ്ങനെ വീട്ടിലെ കുട്ടി ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി ടീച്ചർ ഈ വിവരം സ്റ്റാഫ് റൂമിൽ നിന്ന് കൂടെയുള്ള ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോ അപ്പൊ അവിടെ 2-3 ആള് സ്വാമിയുടെ ഭക്തരുണ്ട്. അപ്പോൾ അവര് പറഞ്ഞു ടീച്ചറെ അത് ഭഗവാനാണ് കേട്ടോ, സ്വാമി സത്യസായിബാബ ഈശ്വരനാണ്, ഈശ്വരന്റെ അവതാരമാണ്. അപ്പൊ ടീച്ചർ ആ ഫോട്ടോ എടുത്ത് പൂജാമുറിയിൽ കൊണ്ടുവച്ചോളൂ, ആരെങ്കിലും വരികയാണെങ്കിൽ അപ്പൊ കൊടുക്കാലോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവര് പൂജാമുറിയിൽ വെച്ചു. ഇതൊക്കെ ഈ മോള് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടോ, കൂടെ ചന്ദനത്തിരി കളിച്ച് ആരതിയൊക്കെ കാണിച്ചു. ഇവർക്ക് വിശ്വാസമൊന്നുമില്ല സ്വാമി സത്യസായിബാബയാണ് എന്നറിയാം, ആരാണ് എന്താണ് ഒന്നും അറിയില്ല. അപ്പൊ ഞങ്ങളെടുത്ത് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് നിന്ദിച്ചതൊന്നുമില്ല. പക്ഷെ അങ്ങനെ പോയി. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ ദിവസങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റി, ഒരു വീഴ്ച പറ്റിയിട്ട് കുറച്ച് നടക്കാൻ വയ്യാതെ ഒരു 5-6 മാസം കിടപ്പിലൊക്കെ ആയി. ഒരു 3 മാസത്തോളം കിടപ്പിലായി. അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇതായി വരുന്നുള്ളൂ. അപ്പൊ എൻ്റെ മക്കളാണ് ചെറിയ മക്കളാ, 1-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിൽ, മോള് 3-ൽ മോൻ 1-ൽ അങ്ങനെ പഠിക്കുന്ന സമയം. ഞങ്ങൾ കുറച്ച് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയം. ഹസ്ബൻഡ് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അടുത്ത വീട്ടിൽ കോഴിക്കോട്ടുകാരാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ആ ചേട്ടൻ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഏതായാലും ജോലിക്കൊന്നും പോകാൻ വയ്യാതിരിക്കല്ലേ, എൻ്റെ വീടിൻ്റെ പണി നടക്കുകയാണ്, മഞ്ചേരി ടൗണിലാണ്. അവർ കുറച്ച് നല്ല കപ്പാസിറ്റി ഉള്ളവരാണ്. അപ്പോൾ വലിയൊരു വീടാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയാൽ മതി, ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസം തോന്നി അന്നേരം കേട്ടോ. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒന്നൊരു വരുമാനം നമുക്ക് ചെറുതായിട്ട് കിട്ടുകയല്ലേ. അങ്ങനെ പോവാൻ അവർക്ക് ജീപ്പുണ്ട്. അങ്ങനെ പോവാൻ തുടങ്ങി. പക്ഷെ ബസ് ഓടിക്കാനൊന്നും വയ്യാത്തവർ, ഇരിക്കാൻ ഉരവേദന അങ്ങനെയൊക്കെ പ്രശ്നമായിട്ട് അങ്ങനെ ആ വീടിന്റെ പണിക്ക് അങ്ങനെ പോയി. ആ സമയത്താണ് ഈ സ്വാമിയുടെ ഫോട്ടോ ഇവിടെ കാണുന്നതും പൂജാമുറിയിൽ വെക്കുന്നു. അങ്ങനെ ആ വീടിന്റെ പണി നടക്കുമ്പോൾ അതിന്റെ അടുത്ത് സ്വാമിന്റെ ഒരു ഭക്തരുണ്ട്. അപ്പൊ എൻ്റെ ഹസ്ബൻഡിനെ കുറച്ച് നല്ല വർത്താനം പറയുന്ന കൂട്ടത്തില് അവിടുത്തെ ചേച്ചിയും ഗോപിനാഥൻ ചേട്ടൻ, സുജാത ചേച്ചി, അവര് മഞ്ചേരി സമിതിയിൽ പോകുന്നവരാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ വീട്ടിന്റെ അടുത്ത് ടീച്ചറെ വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ ഫോട്ടോ, അങ്ങനെ സത്യസായി ബാബയുടെ ഫോട്ടോ ഇങ്ങനെ ആര് വെച്ചതാണോ എന്താ ഒന്നും അറിയില്ല, ഇങ്ങനെ കിട്ടിയിട്ട് അയ്യോ അത് ഭഗവാനാണ്. അപ്പൊ ഞങ്ങൾ കുറെ
കുറേ കാലം സ്വാമിയുടെ ഭക്തരാണ്, പിന്നെ നിങ്ങളത് അവരോട് പറയൂ കേട്ടോ, എടുത്തു വെക്കുക, സ്വാമിയാണ്. അങ്ങനെ ഒക്കെ ഒരേ സമയത്ത് അങ്ങനെ വരുന്നത്. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനെ കുട്ടൻ എന്നാ വിളിക്കുക, കുട്ടൻ ഒരു കാര്യം ചെയ്യും, വൈഫിനെയും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം ഭജനയ്ക്ക് ഞങ്ങളെ വീട്ടിൽ വരും. വ്യാഴാഴ്ച ഞങ്ങൾ സമിതിയിൽ ഭജനയ്ക്ക് പോവും, അല്ലാത്ത എല്ലാ ദിവസങ്ങളും വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ ഭജന നടത്താറുണ്ട് പറഞ്ഞു. അപ്പൊ എനിക്കിങ്ങനെ പാട്ടിനോടൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അങ്ങനെ സ്റ്റേജിലൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ഒരു പാടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങള് ഈ ടീച്ചറിന്റെ അടുത്ത് ഈ വിവരം പറഞ്ഞു. ഇങ്ങനെ കുട്ടേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെ അവര് പിന്നെയും നിർബന്ധിക്കുന്നുണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോയി. ഞാൻ ഈ ടീച്ചറിന്റെ മോളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയി. ഞാനും എൻ്റെ 2 മക്കളും ഈ ടീച്ചറിന്റെ മോളും കൂടി അവരെ വീട്ടിൽ പോയി ഭജനയിലൊക്കെ പങ്കെടുത്തു. ഭജന കഴിഞ്ഞ് പ്രസാദം എത്തുന്നു. അപ്പൊ അവരിങ്ങനെ പറഞ്ഞ, സ്വാമിയുടെ ഫോട്ടോ എന്ന് കണ്ടോ, സ്വാമിക്ക് ഇങ്ങനെ കൈ ചലിക്കുന്നു, ഇങ്ങനെ അവർ പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ ഭജനയൊക്കെ നല്ല ഇഷ്ടമായി ഞങ്ങൾക്ക്. അങ്ങനെ പിന്നെ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഒന്ന് അവരോട് സമിതിയിൽ ഒന്ന് വരാൻ പറയൂ, ഭജന അവിടെ നല്ലതാണ്, ഭജനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, മഞ്ചേരി സമിതിയിൽ ഒന്ന് വരൂ. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ സമിതിയിലേക്ക് 1 കിലോമീറ്റർ ദൂരെയുള്ളു. പക്ഷെ ഞങ്ങൾ അതൊന്നും അറിയുന്നില്ല. അപ്പൊ സമിതിന്റെ അടുത്തൂടെയൊക്കെ ഞങ്ങൾ അന്നൊക്കെ അങ്ങനെ വാഹനത്തിൽ പോകുന്ന പണിയൊന്നുമില്ല, അധികം നടന്നിട്ടാണ് ഞങ്ങൾ മഞ്ചേരി ടൗണിലേക്ക് പോവുക. അങ്ങനെ സമിതിന്റെ ഇടയിൽ ആ എളുപ്പ വഴി കൂടെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ ഇതെന്താണെന്നൊന്നും ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, അറിയുന്നില്ല. അങ്ങനെ ഞങ്ങള് അവര് നിർബന്ധം വ്യാഴാഴ്ച ഞങ്ങൾ സമിതിയിൽ പോവുകയാണ്. സമിതിയിൽ ഞാനും കുട്ടികളും ടീച്ചറിന്റെ മോളും ടീച്ചറും, മാഷില്ല, എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ല. ഞങ്ങൾ പോയി, ഞങ്ങളെ കൊണ്ടുവരാൻ വരും. അങ്ങനെ സമിതിയിൽ പോയിരിക്കുന്ന സമയത്ത് ഭഗവാനെ, സമിതി ഫുള്ളാണ്. മഞ്ചേരി സമിതി എന്ന് പറഞ്ഞാൽ സ്ഥലമില്ല. ആദ്യം വരുന്നവർ, സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ ഓരോ സ്ഥാനത്തിരുന്ന്, ഞങ്ങളങ്ങ് ബാക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. ബാക്കിലിരുന്ന് മുന്നിൽ നിന്ന് ഇങ്ങനെ നല്ല ഇണത്തിലുള്ള ഭജനകളും, അത് കഴിഞ്ഞിട്ട് ആരതി, എന്താ പറയുക, എൻ്റെ മനസ്സിൽ കണ്ട് തട്ടണത് അതിലുള്ള ഓരോ വാക്കുകളും ഒന്നും അറിയുന്നില്ലല്ലോ, പാടാനൊന്നും അറിയുന്നില്ല, ട്യൂൺ ഇങ്ങനെ മൂളി കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ. അങ്ങനെ ഞങ്ങൾ ഓരോ വ്യാഴാഴ്ചയും പോകാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ആണുങ്ങളും കൂടെ വരാൻ തുടങ്ങി. ഏട്ടൻ ജോലി സ്ഥലത്തുനിന്ന്, ആ വീടിന്റെ പണി നടക്കുന്ന അവിടെ നിന്ന് വരും, മാഷ് വരാൻ തുടങ്ങി, ടീച്ചറും ഞങ്ങൾ എല്ലാവരും പോകാൻ തുടങ്ങി. അങ്ങനെ പോയി ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും പോവും, എല്ലാ പരിപാടിയിലും പങ്കെടുക്കും, സത്സംഗങ്ങളിലും ഓരോ വീട്ടിൽ ഹൗസ് ഭജനയ്ക്കൊക്കെ പോയി കുറച്ചൊക്കെ ഭജനകൾ പഠിച്ചു. അഷ്ടോത്തരം ചെല്ലാൻ ഒരാഴ്ച കൊണ്ട് തന്നെ പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഓണത്തിന് പുട്ടപർത്തിയിലേക്ക് പോകുന്നുണ്ട്. അന്ന് ഒരാൾക്ക് ബസ്സിന് പോവാൻ 300 രൂപയുള്ളൂ. 90 അങ്ങനെ ഞങ്ങള് ടീച്ചർ മാഷും പറഞ്ഞു, എന്നാല് ശോഭേ നമുക്ക് പോവായിരുന്നു, നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങളെ ബുദ്ധിമുട്ട് ഞങ്ങൾ എടുത്തോളാം നിങ്ങളെ പൈസയൊക്കെ പറഞ്ഞ് ഞങ്ങൾ 2 പേരെയും ബുക്ക് ചെയ്ത്, അവരും മോളും അച്ഛനും അമ്മയും, ടീച്ചർ മാഷും മോളും ഞങ്ങളും, ചെറിയ മക്കളൊക്കെ ഞങ്ങൾ മടിയിൽ വെച്ച് സ്വാമിയുടെ അടുത്ത് പോയി. സ്വാമിയുടെ അടുത്ത് ചെന്ന സമയത്ത് അന്ന് മണലിലാണ് സ്വാമി, കുൽവന്ത് ഹോളൊന്നുമില്ല. അങ്ങനെ ദർശനം കഴിഞ്ഞു. ദർശനം കിട്ടി, സന്തോഷത്തോടു കൂടി ഞങ്ങൾ പോന്നു. പിന്നെയുള്ളതൊന്നും പറയണ്ട. പുട്ടപർത്തിയിലും കൂടി പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയാ, ഭഗവാനെ അത്രയും ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു അനുഭൂതിയാണ് കിട്ടിയത്. സ്വാമിയുടെ ഒരു നോട്ടം, പദസ്പർശമൊന്നും കിട്ടിയില്ല, എന്നാലും ആ നോട്ടം മതി. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ സമിതിയിൽ സ്ഥിരമായിട്ട് എല്ലാ ബുക്സും ഞാൻ വായിക്കും. അങ്ങനെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പുട്ടപ്പുറത്തി അങ്ങനെ സ്വാമിയുടെ 70ാം ബർത്ത്ഡേ വരുന്നത്. അങ്ങനെ ഞങ്ങൾ സമിതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വാമിയുടെ 70ാം ബർത്ത്ഡേക്ക്, നിങ്ങളൊക്കെ അറിയുമെന്നറിയില്ല, മഞ്ചേരി ഒരു പ്രഭാവതി ചേച്ചി ഉണ്ടായിരുന്നു, വലിയ പൊട്ടൊക്കെ തൊടുന്ന, പിന്നെ ക്യാൻറ്റീനിലെ ലീഡർ ആയിരുന്നു അവരാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഗുരുവായിട്ട് കൂടെ സമിതിയിൽ. അപ്പോൾ പ്രഭ ചേച്ചി മലപ്പുറം ജില്ലയ്ക്ക് ഒരു ചാൻസ് കിട്ടി കുട്ടികളുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കൊണ്ടുപോകാനുള്ള. അപ്പോൾ എന്താ ചെയ്യുക, അപ്പം ആ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ആ വീട് പണിയൊക്കെ കഴിഞ്ഞ് ആ വീട് കയറി താമസം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇതുപോലെ എന്താ ഇനി ചെയ്യാന്ന് വിചാരിക്കുമ്പോഴാണ് പിന്നെ ബസ്സിൽ പോകാൻ കഴിയുന്നില്ല, കുറച്ചൊരു കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടുകളും അന്നിങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട് ഒരു കണ്ണിന്. അപ്പോൾ ബസ്സിൽ പോവാതെ പിന്നെ ടാക്സി കാറിൽ പോകാൻ തുടങ്ങി. അങ്ങനെ വലിയ ഓട്ടോ ഒന്നും അങ്ങനെയൊന്നും കിട്ടില്ല. അങ്ങനെ സമിതിയിലായതിന് ശേഷം ഒരുപാട് ആൾക്കാരായിട്ട് അറിയപ്പെട്ടതിന് ശേഷം പിന്നെ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ, അവിടെ ദർശനത്തിന് പോവാൻ അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് കിട്ടിക്കൊണ്ടിരുന്നിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് 70ാം ബർത്ത്ഡേക്ക് പുട്ടപർത്തിയിലേക്ക് പോകാനുള്ളൊരു ഇത് ഈ പ്രഭചേച്ചിയുടെ അതിന്റെ കാരണം. പിന്നെ നമ്മളെ എടവണ്ണപ്പാറയുള്ള നാരായൺകുട്ടി സാറ്, അന്ന് സ്വാമിയിൽ കൂടെ 10-15 വർഷം നടന്നല്ലോ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സമിതിയിൽ വരാറും സത്സംഗങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായപ്പോൾ നമ്മൾ എങ്ങനെയപ്പോ പോകും, പൈസയ്ക്ക് കുറച്ച് ആവശ്യമുണ്ടല്ലോ. അപ്പൊ സമിതിയിലൊക്കെ അന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടായപ്പോൾ നാരായണൻകുട്ടിയുടെ മുൻകൈ എടുത്ത് ഞങ്ങൾ 2 കാർ, ഒന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ കാർ ഓടിക്കുന്നത്, ഒന്ന് മുതലാളി ബസ് കാറിന്റെ ഓണറും, അങ്ങനെ ഞങ്ങൾ 5-10 കുട്ടികളെയായിട്ട് കോൽക്കളിക്ക് പുട്ടപർത്തിയിൽ കൊണ്ടുപോയി പരിപാടി അവിടെ അവതരിപ്പിച്ചു. പക്ഷേ 70 വിവാഹമൊക്കെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ കുട്ടികൾക്ക് പാദനമസ്കാരമൊന്നും കിട്ടിയില്ല കേട്ടോ. തിരിച്ചിങ്ങനെ പോരുന്ന സമയത്ത് ഞങ്ങൾ പോരുക. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു മക്കളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് മക്കളെ സ്വാമീൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ സ്വാമി അങ്ങനെ പാദനമസ്കാരം കൊടുക്കാനൊന്നും വിളിച്ചില്ല. അന്ന് പാദനമസ്കാരം കൊടുക്കുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾ ഗണേഷ് കോവിലിന്റെ അടുത്തേക്ക് എത്താറായപ്പോണ്ട് ആൾക്കാർ ഇന്നലെ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളെല്ലാവരും വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നേരെ ഞങ്ങൾ തിരിച്ചോടി മക്കളെയൊക്കെ ഇരുത്തി ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നു. ഞങ്ങൾ നമസ്കാരമൊക്കെ കുട്ടികൾക്ക് കിട്ടി സ്വാമീൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ അനുഗ്രഹത്തോടു കൂടി പോന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ സമിതിയിൽ വീണ്ടും തിരിച്ചൊക്കെ വന്നു. പിന്നെ കുറച്ചും കൂടി ആക്റ്റീവായി. എന്താ പറയാ, സമ്പൂർണ്ണ സമർപ്പണം ഭഗവാൻ, അല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ വീടിന്റെ അരികെയുള്ള എല്ലാ വീടുകളിലും ഞങ്ങൾ ഓരോ ദിവസം ഭജൻസ്, വ്യാഴാഴ്ച സമിതിയിലാണ്, ബാക്കിയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ വീട്ടുകളിൽ എല്ലാ ആഴ്ചയിലും മാറി മാറി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് എന്താ പറയാ, എൻ്റെ ഹസ്ബൻഡ് ഒരു 1980 തോന്നുന്നുണ്ട് ഒരു KSEB-യിലേക്ക് ഒരു ഡ്രൈവറെ പോസ്റ്റിലേക്ക് ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. 80 അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞില്ല, 81 ഞങ്ങളെ കല്യാണം കഴിയുന്നത്. 80 അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ ഒരു വിവരം പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് അതിൻ്റെ ഇന്റർവ്യൂവിന് കാർഡ് വരുന്നത് 94 അപ്പോഴാണ് ഞങ്ങളെ കിട്ടിയ സമയത്ത് വിഷമിച്ചു. എന്താ വെച്ചാല് ആ ഡ്രൈവർ പോസ്റ്റിലേക്ക് എന്തായാലും കണ്ണിന്റെ ഒരു പ്രശ്നം, നല്ല ഇത്ര ശതമാനം കാഴ്ച വേണം എന്നുള്ളതില്ല, കാഴ്ചയുണ്ട് പക്ഷെ കുറഞ്ഞ പ്രശ്നമുണ്ട്. അങ്ങനെ ഞങ്ങള് ആ കാർഡ് കിട്ടിയ സമയത്ത് ഒരു ഓണ സമയത്താണ്, 94 ഓണ സമയത്ത് തിരുവോണത്തിന്റെ 4-ാം ദിവസമാണ് ഇന്റർവ്യൂ. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. പക്ഷെ ഞങ്ങള് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി മഞ്ചേരിയിൽ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയി, പക്ഷെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഭഗവാനോട് മനസ്സൊരുക്കി, ഞങ്ങളെല്ലാവരും കുഞ്ഞു മക്കളാണെങ്കിലും മക്കൾക്ക് അത്രയും ഭഗവാനോട് അറ്റാച്ച്മെന്റ് ആയിരുന്നു. അവർ ബാലവികാസിലും ചേർന്നു. ഈ ടീച്ചർ ആണ് ക്ലാസ് എടുത്തിരുന്നത്. ആ സ്വാമി തരും ഉറപ്പായിട്ടും. ഞങ്ങൾ ഈ ഒരു വിഷമിക്കുന്ന ഇത്രയുള്ള ഒരു ബുദ്ധിമുട്ടില് ഞങ്ങൾക്ക് ആ ജോലി, ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഭഗവാൻ തരും. അപ്പൊ ഏട്ടൻ ഞാൻ പറയും, എവിടെ നിന്ന് നമുക്ക് കിട്ടുമല്ലോ, ഇപ്പൊ മഞ്ചേരി ഇത്രയും നമ്മൾ പോയിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ, കിട്ടൂല. ഇല്ല, ഞാൻ പറഞ്ഞു സ്വാമി തരും. നമുക്ക് 12 മണിക്കൂർ നമുക്കൊരു ജപ ഗായത്രി, സായി ഗായത്രി ജപം നമുക്ക് നടത്താം. ഞാൻ മനസ്സുകൊണ്ട് അപ്പ വിചാരിച്ചു. അത് ഞാൻ ഈ സമിതിയിലെ പ്രഭചേച്ചിനോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ. എന്നുവെച്ചാൽ സമിതിയിൽ എല്ലാവരും, അന്ന് നിറയെ ആളുകളുള്ള സമയം, എല്ലാവരും വിളിച്ചാൽ നമുക്കൊരു ഭക്ഷണം കൊടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ പ്രഭചേച്ചി പറഞ്ഞ ശോഭ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ തിരുവോണ ദിവസം ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയി, വീട്ടിൽ പോയി ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വിവരമൊക്കെ പറഞ്ഞു. എന്താ ഇപ്പൊ ചെയ്യാ, ഒന്നും ചെയ്യാനില്ല, ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടാതെ പോവാൻ പറ്റൂലല്ലോ. അങ്ങനെ തിരുവോണം കഴിഞ്ഞ് പിറ്റേന്ന് വീട്ടിൽ വന്നു, അമ്മയും കൂടെ കൂട്ടി വീട്ടിൽ വന്നു. ഞങ്ങള് തിരുവോണത്തിന് പിറ്റേന്ന് വീട്ടിൽ നിന്ന് വന്നു. പിറ്റേന്നാണ് ഈ സായി ജപ ഗായത്രി. അങ്ങനെ രാവിലെ ഞാൻ 5 മണിക്ക്, അപ്പോൾ എല്ലാ കാര്യത്തിനും ടീച്ചറും മാഷും മോളും ഞങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പോൾ ശോഭയെ വിഷമിക്കേണ്ട, ഭഗവാൻ തരും. അപ്പൊ ഞാനും പറഞ്ഞു ഭഗവാൻ തരും ആ സർട്ടിഫിക്കറ്റ്, ഉറപ്പാണ്. അങ്ങനെ ഞാൻ രാവിലെ, നമുക്ക് ഓങ്കാര സുപ്രഭാതം 5:20 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 ഭജനയും കഴിഞ്ഞ് ആരതി കാണിച്ചിട്ട് വീണ്ടും നമുക്ക് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം സായി ഗായത്രി. അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ രാവിലെ ഞാൻ ടീച്ചറൊക്കെ 5 മണിയാകുമ്പോഴേക്ക് എത്തി. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞാൽ സ്വാമിയുടെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് അമർത്തി പിടിച്ച് പറഞ്ഞു, സ്വാമി സമയല്ലേ, നാളെ 8 മണിക്ക് ഇന്റർവ്യൂവിന് എത്തണം, അപ്പോഴേ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം. എവിടുന്നാ കിട്ടുക, സ്വാമി തരണം ഞങ്ങൾക്ക്. അപ്പൊ ഏട്ടനും ആകെ വിഷമത്തിലാണ്. ഒരു ഓങ്കാര സുപ്രഭാതം ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഫോട്ടോ മാറോട് അടക്കി പിടിച്ച്, ആ സമയത്ത് ഒരു സ്മെല്ല് ഇങ്ങനെ. അപ്പൊ ടീച്ചർ പറഞ്ഞു, എന്താ ഇവിടെ നല്ലൊരു സ്മെല്ല്. അപ്പൊ ഞാൻ ഫോട്ടോ എടുത്ത് ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചോട് ഇങ്ങനെ എടുത്ത് ഞാൻ കൊലായിൽ ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കുക, ഞങ്ങൾക്ക് പരിപാടി നടത്താനുള്ള സ്ഥലത്ത്. അപ്പോൾ സ്പ്രേ ചെയ്ത മാതിരി വിഭൂതി ഇങ്ങനെ വർഷിച്ചു. അപ്പൊ തന്നെ എല്ലാവരും പറഞ്ഞു, ഒന്നും വിഷമിക്കണം, ഭഗവാൻ എന്താ നമ്മളെ വിളി കേട്ടു, സ്വാമി പ്രസന്റാണ്. അങ്ങനെ ഓങ്കാര സുപ്രഭാതം കഴിഞ്ഞു, 4 ഭജനയും കഴിഞ്ഞ് ആരതി കാണിച്ചു, സായി ഗായത്രി ജപം തുടങ്ങി. ഓം സായി ഈശ്വരായ വിദ്മഹേ ചൊല്ലി. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തന്നെ, ഈ ഒരു ജപം ഞാൻ 6 മണിക്ക് ഞാൻ കഴിയുന്നവരെ ഇരിക്കണം. എനിക്ക് സ്വാമിയോട് നിരന്തരമായിട്ടുള്ളൊരു പ്രാർത്ഥന.
അങ്ങനെ ഞാനും കുട്ടികളും ഹസ്ബൻഡിന്റെ ഏട്ടന്റെ കുട്ടികളും ടീച്ചറും മാഷും മോളും അവർ പോകും വരും. അങ്ങനെ ഉച്ചയായ സമയത്തൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. ഭഗവാൻ അങ്ങനെ ഏട്ടൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് സ്റ്റാൻഡിൽ പോയി ടാക്സി, അന്ന് ടാക്സി ഓടിക്കല്ലേ, ട്രിപ്പൊന്നും അങ്ങനെയൊന്നും കിട്ടുന്നാൽ ഈ ഒരു ടെൻഷനാണ്, വിഷമാണ് ആകെ മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ ഗായത്രി ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന് 4:30-5 മണിയായി വൈകുന്നേരം. 1 മണിക്കൂറേ ഉള്ളൂ നിർത്താൻ സമയം. അപ്പോഴുണ്ട് ഒരാൾ വരുന്നു ഞങ്ങളെ വീട്ടിലേക്ക്. അപ്പോൾ അതാരും എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു, കോഴിക്കോട് നിന്ന് വരികയാണ്. അച്ഛൻ വന്നു. അപ്പം അച്ഛൻ എവിടെ, കുട്ടൻ എവിടെ, മരുമോൻ എവിടെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല, സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കും, ട്രിപ്പ് കിട്ടി പോയോന്നൊന്നും അറിയില്ല. അപ്പം എന്നാൽ ഒരു കാര്യമുണ്ട്. അപ്പം അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വീട്ടിൽ അമ്മ മഞ്ചേരി എൻ്റെ അടുത്തല്ല, അച്ഛൻ മാത്രമല്ല വീട്ടിലുള്ളൂ. അച്ഛനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛന് പെട്ടെന്ന് തോന്നി എനിക്കൊന്ന് റോട്ടിലൊന്ന് പോയി വരണം. ഞങ്ങളെ ചെറിയൊരു അങ്ങാടിയാണ്, താഴേക്ക് പോയി വരണം. കൊണ്ട് മാറ്റിയിട്ട് അച്ഛൻ പോയി റോട്ടിലേക്ക് അങ്ങനെ ചെല്ലുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു പഴയ കൂട്ടുകാരെ നേരിട്ട് പെട്ടെന്ന് ഇങ്ങനെ അടുത്തേക്ക് അച്ഛൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അയാൾ ഇങ്ങനെ വരുന്ന വരവ്. അപ്പം അയാൾ പേര് ക്രിസ്ത്യൻസ് ആണ്, കുട്ടായി ചേട്ടൻ എന്നാ പേര്, കുട്ടായി എന്നാ പേര്. അയ്യോ കുട്ടായി ചേട്ടാ, ഞങ്ങളെ കണ്ടെന്നു, എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ മരുമോനൊരു ജോലീൻ്റെ കാര്യം, നാളെ ഇന്റർവ്യൂ ആണ്, 8 മണിക്കാണ്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം കണ്ണിൻ്റെ. അതിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അയാൾ ചോദിച്ചു ആള് സ്ഥലത്ത് ഇവിടെ ഉണ്ടോ ചോദിച്ചു. അല്ല, ആൾ ഇവിടെ ഇല്ല, മഞ്ചേരിയാണ്. എന്നാൽ നിങ്ങൾ മഞ്ചേരി പോയിട്ട് വരാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ് അയാൾ പോയി. അച്ഛൻ വീട്ടിലേക്കും വന്ന്. അച്ഛനിത് മനസ്സിലിങ്ങനെ കിടക്കുന്നില്ല. അച്ഛൻ നേരെ, അന്ന് ഫോൺ സൗകര്യമില്ല, ഒരു കാറ് വിളിച്ചവർ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അച്ഛൻ ബസ് കയറി കോഴിക്കോട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് 16 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് വന്നു, മഞ്ചേരി വന്ന് ഇവിടെ 5 മണിയായി വൈകിട്ട്. അപ്പം അച്ഛൻ തന്നെ അതേപോലെ മഞ്ചേരി സ്റ്റാൻഡിൽ പോയി. അപ്പം മൂപ്പരിങ്ങനെ കാറ് കിടക്കുന്നുണ്ട്, ഇരിക്കുകയാണ്, ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ ഇരിക്കുക, ഈ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ കൂട്ടിയിട്ട് വന്നു. അപ്പോഴാണ് കാര്യം പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് സർട്ടിഫിക്കറ്റും ഇന്റർവ്യൂ കാർഡൊക്കെ എടുത്ത് ഭഗവാന്റെ പാദത്തിൽ വെച്ചു. ഞങ്ങൾ നിർത്താതെ ഇങ്ങനെ ഗായത്രി ജപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛനും മരുമോനും കൂടി പോയി. അങ്ങനെ അയാളുടെ വീട്ടിൽ പോവുക, കോഴിക്കോട് പോയി. കോഴിക്കോട് നിന്ന് എൻ്റെ വീട്ടിൽ വന്നു. അവിടുന്ന് അയാളെ വീട്ടിൽ ചെന്ന സമയത്ത് അയാൾ ആരോ ഒരു കാര്യത്തിന് അയാൾ വേറെ എവിടെയോ പോയിരിക്കുക. 10 മണി വരെ ഇരുന്നിട്ടും വീട്ടിലെത്തിയിട്ടില്ല. സമയം വളരെ കുറവേ ഉള്ളൂ. ഈ രാത്രിയിൽ ഇനി എന്താ ഒന്നും ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ ഭഗവാനെ വിളിച്ച് ഞാനും മക്കളും ഇരുന്ന്, എൻ്റെ അമ്മയുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ എന്താ ചെയ്യുക, ഞങ്ങൾ സ്വാമി ഒരു ഉറപ്പ് ഇങ്ങനെ ഉണ്ട്, സ്വാമി തരും എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഇവർ 10 മണി വരെ ആ ചേട്ടൻ്റെ വീട്ടിലിരുന്ന് അവിടുന്ന് പിന്നെ ഒരു ജീപ്പ് എടുത്തിട്ട് കുറച്ചും കൂടി ഉള്ളിലേക്കാ, അത്തോളി, കോഴിക്കോട് ജില്ലയിൽ അത്തോളി അല്ല ഉള്ളിയേരി അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്താണ് ഈ ഡോക്ടറെ വീട്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കോളിംഗ് ബെല്ലടിച്ചു. ഡോക്ടർ എണീറ്റ് വന്നു. അപ്പം എന്താ കാര്യം? ഇങ്ങനെയൊരു സംഭവമുണ്ട്, നാളെയാണ് പരിപാടി, ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എന്നാൽ ഒരു റൂമിലേക്ക്, അപ്പം ഓഫീസ് റൂമിൽ പോയിരുന്നു. അപ്പോൾ ഒന്ന് കണ്ണിലേക്ക് അടിച്ചോ നോക്കിയൊന്നും അറിയില്ല, ഒന്ന് നോക്കി സാറ് സൈൻ ചെയ്തു തന്നു. അപ്പോൾ സീല് വേണമല്ലോ, സീല് ഹോസ്പിറ്റലിലെ സീല് വേണം, ഹോസ്പിറ്റലല്ലേ ഉള്ളൂ. അയ്യോ സീല് വേണമല്ലോ. അപ്പം നാളെ 8 മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ എത്തും വേണം, ഇന്റർവ്യൂ 8 മണിക്ക് എത്താൻ. അപ്പം ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ആള് റൂമിലേക്ക് തന്നെ പോയി മേശന്റെ വരിപ്പ് തുറക്കുമ്പോണ്ട് സീലിങ്ങനെ ഇരിക്കുന്നു. ആ സീല് കൊണ്ടുവന്നു, സീല് വെച്ച് തന്നു. ഇവരെന്താ പറയാ, ഒന്നും പറയാൻ കഴിയണില്ല. അങ്ങനെ ഡോക്ടർ പോയി വാതിലടച്ച് ഇവർ പോന്നു. എൻ്റെ വീട്ടിലെത്തുമ്പോൾ സമയം 1 മണി 2 മണിയായി. അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ മനുഷ്യന് ഇത്രയും ശക്തി ഉണ്ട് എന്നുള്ളത് ഞാൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഈശ്വരൻ എന്നല്ലാതെ എന്താ പറയാ നമ്മള്. അച്ഛനൊന്നൊരു ഫോട്ടോ വെച്ച് വിളക്കം കൂടി, ഞാൻ പറഞ്ഞില്ലേ ഒരു രാഷ്ട്രീയം ഇത് തന്നെ. അങ്ങനെ രാത്രിയിൽ ഇവർ 2 പേരും കോഴിക്കോട് വീട്ടിൽ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്ന്. അന്നാണ് എൻ്റെ അച്ഛനൊന്ന് ആ ഫോട്ടോന് മുമ്പ് പോയി കൈ കൂപ്പി തൊഴുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ പ്രാർത്ഥനയിൽ തന്നെ പിറ്റേന്ന് രാവിലെ അവിടുന്ന് തന്നെ, കോഴിക്കോട് നിന്ന് തന്നെ, എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അവിടെ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഗൾഫിലൊന്നും പോയില്ല, അത് മാത്രമാണ് ചോദിച്ചത് അല്ലേ, അങ്ങനെ ചോദിച്ചത്, വേറെ ഒന്നുമില്ല. അങ്ങനെ വീട്ടിൽ വന്നു, ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നു, കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി കടലാസ് വരുന്നത്. അത് ഞങ്ങൾക്ക് എന്താ പറയാ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഇന്ന് വരെയും ഭഗവാനെ
എന്താ പറയാ, ഒരു നിമിഷം പോലും എന്ത് വന്നാലും ഭഗവാൻ എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കും. ഞാനും കുറച്ച് മനസ്സിലമ്മയ്ക്കറിയാം, കുറച്ച് ഡിസ്ക് പ്രശ്നമായിട്ടും പിന്നെ തേയ്മാനം ഒരു കാലം, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളെ, എന്നാലും ഞാൻ ഭഗവാന്റെ ഭജന എല്ലാം നാമങ്ങൾ സാധനകളെല്ലാം ചെയ്യും. ഭഗവാനല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല. ഇന്നും ഞങ്ങൾ 10 വർഷം ജോലി ചെയ്തു. ആ ജോലി കിട്ടിയിട്ട് ചെറിയൊരു പെൻഷനായിട്ടൊന്നും ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. സായിരാം. വളരെ ടച്ചിങ് ആയിരുന്നു. അതെ. വളരെ ഹൃദയസ്പർശിയായ ശോഭ അസലായിട്ട് പാടും. സായിരാം. కానీ తన యొక్క దోషమును తాను సరైనటువంటి రీతిలో గుర్తించి వర్తించుకోలేకపోవటం చేతనే మానవుడు అనేక విధముల అజ్ఞానములు గురి అయిపోయి దుఃఖమునకు పాల్పడుతున్నాడు. As he does not discover, identify his own weaknesses and also bad qualities, he is ignorant and therefore miserable. ఈ దుఃఖములు, ఈ కష్టములు, ఈ బాధలు భగవంతుడు ఇస్తున్నాడా? The misery and the worry and the anxiety are the gifts of God? కాదు కాదు. No. నీలో ఉండినటువంటి యొక్క దుర్గుణములు, మంచి భావములే నీ సుఖ దుఃఖాన్ని అందిస్తున్నాయి. It's only good thoughts and bad thoughts in you. They give you the good and bad in turn. ఎట్టి విత్తును నాటుదువో అట్టి మొక్కలే, అట్టి ఫలములే లభిస్తుంటాది. As is the seed, so is the fruit. కనుక విత్తనములో ఉంటున్నది దీని యొక్క మంచి చెడ్డలు. The good and bad lie in the seed. అనగా మానవుని యొక్క సంకల్పములు చెడు అయినప్పుడు మనకు అన్ని చెడ్డనే వెంటాడుతుంటాది. When thoughts are bad, every bad will follow you. మన మనసు లోపల మంచి కలిగినప్పుడు అన్ని మనకు మంచియే లభిస్తుంటాయి. If you entertain good thoughts, you will have good things in turn. కానీ ఈ సత్యాన్ని గుర్తించుకోలేనటువంటి యొక్క అమాయకులు భగవంతుని విమర్శిస్తుంటారు. But there are innocent people who do not understand this. భగవంతుడా, ఎందుకు నీ కష్టముల పాలు చేస్తున్నావు? God is responsible for the trouble. ఎందుకు నన్ను ఇంత దుఃఖంలో ముంచుతున్నావు? Why is it that ఎందుకు ఇంత అశాంతిని అందిస్తున్నావు? Why has he made me restless? ఇది భగవంతుడు ఏనాడు అందించటం కాదు. They are not from God anyway. భగవంతుడు సాక్షిభూతుడు. God is witness. కర్మ ఫలప్రదాత. He gives you the result of చేసిన దాన్ని actions. నీకు అందిస్తుంటాడు. He gives you the consequence of your actions. కష్టములకు దుఃఖములకు తాను ఏమాత్రము బాధ్యుడు కాడు. He is not responsible for your worries and problems. వేసుకుందురు మీరు విషమిత్తు ఫలములు. You have sown the seed of poison. ఆశింతురు నేడు అతిరుచ్య ఫలములు. But you expect very tasteful fruits. కడు చేదు కాయలు తినలేక. You cannot partake the bad fruits. దోషము నా పైన దోషి వాదింతురు. And you blame me later. వేసుకున్నటువంటిది విషవిత్తులు. What you have sown are poisonous seeds. ఆశించేది తీయని ఫలములు. But you expect sweet fruits. చేదు ఫలములు భుజించలేక దోషము భగవంతుని పైన వేస్తున్నారు. As you cannot partake bitter fruits, you blame God. ఇది అజ్ఞానము. This is ignorance. ఇలాంటి మానవత్వం లోపల ఎంత పవిత్రమైన నువ్వు ఉండవలసినటువంటి స్థితి. In such a human life, what kind of sanctity you expect? కనుక మొట్టమొదట మనము సద్గుణములను, సదాచారములను లోపల ప్రవేశింపచేసుకోవాలి. Therefore, we should entertain good thoughts and good feelings. ఇలాంటి భావములు ఒక్క దైవ చింతన చేతనే లభ్యమవుతుంది. We can have such sacred thoughts by thinking of God. శోభ పాడు, భజన పాడు. సాయిరాం. మహాదేవా మహేశ్వరా సాయి నారాయణ. మహాదేవా మహేశ్వరా సాయి నారాయణ. నటనాకర దుఃఖ పంచనా సాయి నారాయణ. నటనాకర దుఃఖ పంచనా సాయి నారాయణ. కరుణాకర అఖిలేశ్వరా సాయి నారాయణ. కరుణాకరా అఖిలేశ్వరా సాయి నారాయణ. అల్లాహ్ తుమ్ మహావీర్
महावीर येशु साई नारायण। अल्लाह तुम महावीर येशु साई नारायण। हृदयेश्वर परतेश्वर साई नारायण। हृदयेश्वर परतेश्वर साई नारायण। महादेव महेश्वर साई नारायण। നടനാകര ദുഃഖഭഞ്ജന സായി നാരായണ। കരുണാകര അഖിലേശ്വര സായി നാരായണ। കരുണാകര അഖിലേശ്വര സായി नारायण। अल्लाह तुम महावीर येशु साई नारायण। हृदयेश्वर परतेश्वर साई नारायण। हृदयेश्वर परतेश्वर साई नारायण। महादेव महेश्वर साई नारायण। साईराम। സായി ഉപമ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി എല്ലാ വസ്തുക്കളെയും താഴേക്ക് പിടിച്ച് വലിക്കുന്നത് പോലെ തമോ ശക്തി നിങ്ങളെ നിർദാക്ഷിണ്യം അധപ്പതനത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിരന്തരം ജാഗ്രത പാലിക്കുക, എപ്പോഴും കർമ്മനിരതരായിരിക്കുക. ഒരു പിത്തളപാത്രത്തെ തേച്ച് മിനുക്കി തിളക്കി വെക്കുന്നത് പോലെ, അത് സ്വർണ്ണ നിറം ആക്കുന്നത് പോലെ മനുഷ്യ മനസ്സിനെ ആത്മീയ സാധന, അതായത് ജപം, ധ്യാനം എന്നിവ കൊണ്ട് തേച്ച് മിനുക്കണം. ശ്വാസോച്ഛ്വാസം പോലെ സഹജവും സ്വയം പ്രേരിതവും ആയ കർമ്മത്തെ ഫലകാംക്ഷയോടുകൂടി ബോധപൂർവം ചെയ്യുമ്പോൾ അത് ശുദ്ധമല്ലാത്ത വികർമ്മം ആയി തീരുന്നു. അതുകൊണ്ട് നിഷ്കാമമായി എല്ലാ കർമ്മങ്ങളും ചെയ്യുവാൻ പരിശീലിക്കുക. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.